വിശുദ്ധ മാസം അവസാന പത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഖദറിൻ്റെ രാത്രിയെ പ്രതീക്ഷിക്കുന്ന രാവുകളാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. ആരാധനകളാലും പ്രാർത്ഥനകളാലും നിർഭരമാവേണ്ടതാണ് ഇനിയുള്ള യാമങ്ങൾ. പകലും രാത്രിയും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. മനുഷ്യജീവനത്തിനാവശ്യമായത് സമ്പാദിക്കാനുള്ള സമയമാണ് പകലിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അതിലൂടെ പിടിപെടുന്ന ശാരീരിക ക്ഷീണങ്ങളെയും അവശതകളെയും പരിഹരിക്കാനുള്ള സമയമാണ് രാത്രിയെന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ അതിലുപരി അള്ളാഹുവിൻ്റെ സമീപത്തേക്ക് അതിവേഗം സഞ്ചരിക്കാനുള്ള സമയം കൂടിയാണ് രാത്രി. വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് തന്നെ രാത്രിയായിരുന്നു. ഭൗതിക കണക്കുകളെയെല്ലാം അസ്ഥാനത്താക്കി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ സമീപത്തേക്ക് പ്രയാണം നടത്തിയതും രാത്രിയുടെ യാമങ്ങളിലായിരുന്നു. വിശ്വാസത്തിൻ്റെ സംരക്ഷണത്തിനായി മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനത്തിന് തുടക്കം കുറിച്ചതും രാത്രി തന്നെ. രാത്രിയിൽ അല്പമൊഴിച്ച് ബാക്കിയെല്ലാം ഉണർന്നിരിക്കാനും നിസ്കാരാദികളിൽ ചെലവഴിക്കാനുമാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൽപ്പിക്കപ്പെട്ടിരുന്നത്. മാലോകരെല്ലാം കൂർക്കം വലിച്ചിറങ്ങുമ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാനായി കൈകൾ നീട്ടി വിരിപ്പ് വിട്ട് എണീക്കുന്നവരെ ഖുർആൻ പ്രത്യേകം പരാമർശിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട്. രാത്രിയുടെ യാമങ്ങൾ വളരെ പ്രധാനമാണ്. അവസാന യാമങ്ങളിൽ പ്രപഞ്ചനാഥൻ ഭൂമി ലോകത്തോടെ കൂടുതൽ സമീപസ്ഥനാവുമെന്ന ഹദീസുകൾ നമുക്കിതിനോട് ചേർത്ത് വായിക്കാം. ആയതിനാൽ ഇനി വരുന്ന രാത്രികളെ നമുക്ക് പരമാവധി ഉപയോഗപ്പെടുത്താം. റമളാന് ശേഷവും രാത്രിയുടെ യാമങ്ങളെ സാധ്യമാവുന്നത്ര പ്രയോജനപ്പെടുത്താനും അതിലൂടെ നാഥനിലേക്ക് അടുക്കാനും നമുക്ക് ശ്രമിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സ് നന്നാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ.